വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഓഡിറ്റിംഗ് ആൻഡ് ടാക്സേഷനിലെ ടാക്സേഷൻ ഭാഗമാണ്. ഈ ഭാഗത്ത് 5 ചാപ്റ്ററാണുള്ളത്. ആദ്യത്തെ ചാപ്റ്റർ ബേസിക് കൺസെപ്റ്റ് ഓഫ് ഇൻകം ടാക്സ്, ഇൻകം ഫ്രം സാലറി, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ആൻഡ് പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ, അവസാനം ഗ്രോസ് ടോട്ടൽ ഇൻകം. ടാക്സ്, നികുതി. Tax is a compulsory contribution from individual to government without any benefit to the payer. ടാക്സ് എന്ന് വെച്ചാൽ ഓരോ വ്യക്തികളും സർക്കാരിലേക്ക് നിർബന്ധമായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതാണ്. പ്രത്യക്ഷത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്ക് ബെനിഫിറ്റ് കാണാൻ വേണ്ടി സാധിക്കില്ല. ടാക്സ്, നികുതി 2 തരത്തിലാണുള്ളത്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ ക്ലാസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ ക്ലാസുകൾ ലഭിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യുക. ടാക്സ്, നികുതി 2 തരത്തിലാണ് ടാക്സ് ഉള്ളത്. ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും, നേരിട്ടുള്ള നികുതിയും പരോക്ഷ നികുതിയും. ഇൻഡയറക്റ്റ് ടാക്സ് നമ്മൾ ഇലക്ട്രോണിക് സാധനം, മൊബൈൽ ഫോൺ ഉദാഹരണം വാങ്ങിയാൽ, എന്ത് സാധനമാവട്ടെ വാങ്ങിയാൽ നമ്മൾ പരോക്ഷമായിട്ട് സർക്കാരിലേക്ക് നികുതി പോകുന്നുണ്ട് നമ്മളെ കയ്യിൽ നിന്നും. പെട്രോൾ അടിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ്, ഉൽപ്പന്നം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയാൽ അതിന്റെ കവറിൽ നോക്കിയാൽ MRP, മാക്സിമം റീറ്റെയിൽ പ്രൈസ്, ബ്രാക്കറ്റിലുണ്ടാവും ഇൻക്ലൂസീവ് ഓഫ് ഓൾ ടാക്സസ്, എല്ലാ നികുതിയും ഉൾപ്പെടെ എന്ന് അതിൽ എഴുതി കാണിച്ചിട്ടുണ്ടാവും. മൊബൈൽ ഫോൺ വാങ്ങിയാൽ, കാറ് വാങ്ങിയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രോസറി ഐറ്റംസ് വാങ്ങിയാലൊക്കെ നമ്മളിൽ നിന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് സർക്കാരിലേക്ക് നികുതി പോകുന്നുണ്ട്. ഇൻകം ടാക്സ് അഥവാ ആദായ നികുതി എന്ന് പറഞ്ഞാൽ അത് ഡയറക്റ്റ് ടാക്സ് ആണ്, നേരിട്ട് അടയ്ക്കേണ്ടുന്നതാണ്. സർക്കാർ ഓരോ വർഷവും ഓരോ സ്ലാബ് വെച്ചിട്ടുണ്ട്. ഇത്ര ലക്ഷം രൂപ വരെ വരുമാനമുണ്ടെങ്കിൽ, ആദായമുണ്ടെങ്കിൽ, പലതരത്തിലുണ്ടാവും. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം. സാലറി പോലെ പലതരത്തിൽ വരുമാനമുണ്ടായാൽ അതിൽ ഇത്ര പെർസെന്റേജ് സർക്കാരിലേക്ക് അടക്കണം എന്നൊക്കെ ഓരോ വർഷവും സർക്കാർ സ്ലാബുകൾ, ഇൻകം ടാക്സിന് 5 ലക്ഷം രൂപ വരെ അല്ലെങ്കിൽ ഇത്ര വരെ ആയാല് ഇത്ര സർക്കാരിലേക്ക് അടക്കണം. ഇൻകം ടാക്സ്, ആദായ നികുതി. ഇൻകം ടാക്സ് ആക്ട് പാസ്സായത് 1961 ആണ്. ഇൻകം ടാക്സ് ആക്ട് 1961 ആണ്, 1961. ഇൻകം ടാക്സ് റൂള് 1962 ആണ്. ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും സുപ്രീം അതോറിറ്റി അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് CBDT ആണ്, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ്. അപ്പൊ ഇന്ത്യയിൽ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് CBDT ആണ്, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ്. നമുക്ക് ഈ ചാപ്റ്ററിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ഡെഫിനിഷൻസ് പഠിക്കാനുണ്ട്. അതൊക്കെ 1 വെയിറ്റേജിന് വരാൻ സാധ്യത ഉള്ളതാണ്. ഇതിന്റെ സെക്ഷൻസും കാര്യങ്ങളൊക്കെ ഓർക്കണം. അതിൽപ്പെട്ട ആദ്യത്തേതാണ് അസസ്മെന്റ് ഇയർ. അസസ്മെന്റ് ഇയർ, നികുതി വർഷം. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? അസസ്മെന്റ് ഇയർ, ഇറ്റ് മീൻസ് ദ പീരിയഡ് ഓഫ് 12 months commencing on the first day of April every year and 31st March of the next year in which income is ടാക്സബിൾ. നികുതി വർഷം എന്ന് വെച്ചാല് ഏപ്രിൽ 1 തുടങ്ങി മാർച്ച് 31 അവസാനിക്കുന്ന കാലയളവിൽ ഉള്ളതാണ്. അതായത് ഏപ്രിൽ 1 തുടങ്ങി മാർച്ച് 31 അവസാനിക്കുന്നതാണ് അസസ്മെന്റ് ഇയർ. അതേപോലെ മറ്റൊരു ഡെഫിനിഷനാണ് പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാല് ദ ഫിനാൻഷ്യൽ ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡിംഗ് ദ അസസ്മെന്റ് ഇയർ ഇൻ വിച്ച് ദ ഇൻകം ഈസ് ഏർൺഡ് ഈസ് കോൾഡ് പ്രീവിയസ് ഇയർ. അസസ്മെന്റ് ഇയറിന് തൊട്ട് മുമ്പത്തെ വർഷത്തെ പറയുന്ന പേരാണ് പ്രീവിയസ് ഇയർ. അതേപോലെ മറ്റൊരു ഡെഫിനിഷൻ ആണ് പേഴ്സൺ. ഇൻകം ടാക്സിൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ അതിൽ ആരൊക്കെ പെടും? ആൻ ഇൻഡിവിജ്വൽ who may be male, female or child lunatic, ആണാവാം, പെണ്ണാവാം, കുട്ടികളാവാം, lunatic ആവാം. അതുപോലെ HUF, Hindu undivided family, company, firm, association of person, body of individual, local authority, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷൻ, ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ അഥവാ LIC, യൂണിവേഴ്സിറ്റി, ഇതിനെയൊക്കെ ഇൻകം ടാക്സിൽ പേഴ്സൺ എന്ന ഡെഫിനിഷനിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തതാണ് ഇൻകം.
ഇൻകം എന്ന് പറഞ്ഞാല് മണി ഓർ മണീസ് വർത്ത് റിസീവ്ഡ് ഫ്രം എനി ഡെഫിനിറ്റ് സോഴ്സ് വിച്ച് certain amount at regularly. പണമോ പണത്തിന് തുല്യമായത് സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് പറഞ്ഞ പേരാണ് ഇൻകം ടാക്സ് ആക്ടില് ഇൻകം എന്ന് പറഞ്ഞാൽ. സെക്ഷൻസ് ഒക്കെ ഓർക്കണം. ഇൻകം ടാക്സ് 1961 1961 പ്രകാരം പ്രധാനമായും 5 തരത്തിലാണ് ഇൻകം ഉണ്ടാവുക. ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ, ഏറ്റവും അവസാനം ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാനുണ്ട്. അടുത്തതാണ് അസസി. അസസി ആരാണ്? അസസി എന്ന് വെച്ചാൽ പേഴ്സൺ ഹു ഈസ് ലയബിൾ ടു പേ ടാക്സ് ഈസ് കോൾഡ് അസസി. അസസി എന്ന വാക്കിനർത്ഥം നികുതിദായകൻ. നികുതി അടക്കാൻ ബാധ്യസ്ഥനായ ആൾക്കാരെ പറഞ്ഞ പേരാണ് അസസി. അസസി പലതരത്തിലുണ്ട്. ഡീംഡ് ടു അസസി എന്ന് വെച്ചാൽ വേറൊരാളെ ഏൽപ്പിക്കുക. ഡീംഡ് ടു അസസി, ഡീം ചെയ്യുക. ഉദാഹരണം ഡിസീസ്, അസുഖബാധിതനായാലൊക്കെ നികുതി കൊടുക്കേണ്ട ആളും വേറൊരാളെ ഏൽപ്പിക്കുക, ഡിസീസ്. അതുപോലെ അസസി ഇൻ ഡീഫോൾട്ട്. ഡീഫോൾട്ട് എന്ന് വെച്ചാൽ വീഴ്ച വരുത്തുക. നികുതി കൊടുക്കേണ്ട ആള് നികുതി പേ ചെയ്യേണ്ട ആള് അത് വീഴ്ച വരുത്തുക, ഡീഫോൾട്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അസസി എന്ന ഭാഗമുണ്ട്. ഇതൊക്കെ വൺ വെയിറ്റേജിന് ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. അടുത്തതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടഡ് ഇൻ അക്കോർഡൻസ് വിത്ത് പ്രൊവിഷൻ ഓഫ് ഇൻകം ടാക്സ് 1969 ബിഫോർ മേക്കിംഗ് എനി ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C to 80U. ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരം സെക്ഷൻ 80C മുതൽ 80U വരെ കുറെ കുറക്കേണ്ട കാര്യങ്ങളുണ്ട്. ആ കുറക്കുന്നതിന് മുമ്പ് കിട്ടുന്നതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. അടുത്തൊരു ഡെഫിനിഷൻ ആണ് ടോട്ടൽ ഇൻകം. ടോട്ടൽ ഇൻകം എന്ന് വെച്ചാൽ ആഫ്റ്റർ മേക്കിംഗ് സെക്ഷൻ 80C to 80U. 80C മുതൽ 80U വരെ കുറച്ചതിന് ശേഷം അവസാനം കിട്ടുന്നതാണ് ടോട്ടൽ ഇൻകം. സാധാരണ നമ്മൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം കിട്ടുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകം അല്ലെ. അതിൽ നിന്ന് ഒരുപാട് ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് ഇൻകം ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവസാനം കിട്ടുന്നതാണ് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് എന്നൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഇവിടെ ആദ്യം 80C മുതൽ 80U വരെ കുറക്കുന്നതിന് മുമ്പ് കിട്ടുന്നതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. എല്ലാം കുറച്ചതിന് ശേഷം അവസാനം 80C മുതൽ 80U വരെയുള്ള കാര്യങ്ങളൊക്കെ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം കുറച്ചതിന് ശേഷം അവസാനം കിട്ടുന്നതാണ് ടോട്ടൽ ഇൻകം. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ്, പ്രധാനപ്പെട്ടതാണ് റെസിഡൻസ് ആൻഡ് ടാക്സ് ലയബിലിറ്റി. റെസിഡൻസ് വെച്ചാൽ താമസവും നികുതി ബാധ്യതയും. പ്രോബ്ലം ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. കൂടുതലായിട്ട് സാധാരണ വലിയ ഇമ്പോർട്ടന്റ് കൊടുക്കാറുള്ളതാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇൻകം ടാക്സിൽ താമസത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ട് പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. റെസിഡന്റും നോൺ റെസിഡന്റും. റെസിഡന്റ് താമസിക്കുന്ന ആള്, നോൺ റെസിഡന്റ് താമസിക്കാത്ത ആൾ. റെസിഡന്റിനെ വീണ്ടും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഓർഡിനറി റെസിഡന്റ് സാധാരണ താമസിക്കുന്ന ആൾ അല്ലെങ്കിൽ സ്ഥിരമായി താമസിക്കുന്ന ആള്. നോട്ട് ഓർഡിനറി റെസിഡന്റ് സാധാരണ അല്ലാണ്ട് അല്ലെങ്കിൽ സ്ഥിരമായി താമസിക്കാത്ത ആൾ. ഗൾഫിലൊക്കെ ആൾക്കാരുണ്ടാവില്ല, ലീവിനൊക്കെ വരുന്ന അങ്ങനെയുള്ള ആൾക്കാർ. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് മൂന്നായിട്ട് താമസത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തികളെ തരംതിരിച്ചതായിട്ട് കാണാം. ഒന്ന് ഓർഡിനറി റെസിഡന്റ്, രണ്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ്, മൂന്ന് നോൺ റെസിഡന്റ്. രണ്ട് കണ്ടീഷൻസ് പഠിക്കാനുണ്ട്. ഒരാൾ ഓർഡിനറി റെസിഡന്റ് ആണോ അല്ലെങ്കിൽ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണോ അല്ലെങ്കിൽ നോൺ റെസിഡന്റ് ആണോ എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി കണ്ടീഷൻസ് ഇൻകം ടാക്സ് ആക്ട് പറയുന്നുണ്ട്. ബേസിക് കണ്ടീഷൻ, രണ്ട് ബേസിക് കണ്ടീഷനും രണ്ട് അഡീഷണൽ കണ്ടീഷനും പറയുന്നുണ്ട്. നമുക്ക് ആദ്യം ബേസിക് കണ്ടീഷൻ നോക്കാം. An individual has been in India in the previous year for a period of 182 days or more. ഒരു വ്യക്തി ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ വർഷം 182 ദിവസമോ അതിൽ കൂടുതലോ താമസം ഉണ്ടായിരിക്കണം. ഒരു കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ ബേസിക് കണ്ടീഷൻ തന്നെയാണ്. He has been in India for at least 365 days during the 4 years preceding the previous year and for at least 60 days during the previous year. ഒന്നുകിൽ കഴിഞ്ഞ വർഷം 182 ദിവസം അതിൽ കൂടുതൽ ഉണ്ടായിരിക്കണം. അല്ല എങ്കിൽ കഴിഞ്ഞ കൊല്ലത്തിന് തൊട്ട് മുമ്പത്തെ 4 വർഷങ്ങൾ എടുക്കുന്ന സമയത്ത് അതിൽ ചുരുങ്ങിയത് 365 ദിവസം ഇന്ത്യ രാജ്യത്തിൽ ഉണ്ടായിരിക്കണം. പോരാ, അതിൽ തന്നെ 60 ദിവസം കഴിഞ്ഞ വർഷം ഇന്ത്യ രാജ്യത്ത് ഉണ്ടായിരിക്കണം. ഇത് രണ്ടിൽ ഏതെങ്കിലും
ഒന്നിൽ പെട്ടാൽ ബേസിക് കണ്ടീഷൻ എന്ന് പറയും. ഇനി അഡീഷണൽ കണ്ടീഷൻ ഇതേപോലെ രണ്ടുണ്ട്. അഡീഷണൽ കണ്ടീഷൻ ഒന്നാമത്താണ് ആൻ ഇൻഡിവിജ്വൽ ഹാസ് ബീൻ ഇൻ ഇന്ത്യ അറ്റ്ലീസ്റ്റ് 2 years ഔട്ട് ഓഫ് 10 preceding previous year. 10 വർഷത്തിനിടക്ക് കഴിഞ്ഞുപോയ 10 വർഷത്തിനിടക്ക് 2 വർഷം ഇന്ത്യ രാജ്യത്ത് ഉണ്ടാവണം. ഒരു അഡീഷണൽ കണ്ടീഷൻ. രണ്ടാമത്തെ അഡീഷണൽ കണ്ടീഷൻ ആണ് he has been in India for at least 730 days during the 7 preceding previous year. കഴിഞ്ഞ 7 വർഷത്തിനിടക്ക് 730 ദിവസം ഇന്ത്യ രാജ്യത്ത് ഉണ്ടായാൽ അഡീഷണൽ കണ്ടീഷനിൽ പെട്ട് എന്ന് പറയും. ഇനി ഒരാള് ഓർഡിനറി റെസിഡന്റ് ആവണമെങ്കിൽ if an individual satisfies any one of the basic condition and both additional condition is called ordinary resident. ഒരു വ്യക്തി ബേസിക് കണ്ടീഷനിൽ ഒന്ന് പെട്ടു, അഡീഷണൽ കണ്ടീഷനിൽ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നെങ്കിൽ അയാൾ ഓർഡിനറി റെസിഡന്റ് എന്ന് പറയും. ഇനി ഒരു ഇൻഡിവിജ്വല് if an individual satisfies any one of the basic condition and one or none of the additional condition is called a not ordinary resident. ഇനി ഒരു വ്യക്തി ബേസിക് കണ്ടീഷനിൽ ഒന്നിൽ പെട്ടു, അഡീഷണൽ കണ്ടീഷനിൽ ഒന്നിലും പെട്ടില്ല എങ്കിൽ അയാളെ നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്ന് പറയും. If an individual not satisfy any one of the basic condition is called non resident. ഒരു വ്യക്തി ബേസിക് കണ്ടീഷനിലേ പെടുന്നില്ല എങ്കിൽ അയാളെ നോൺ റെസിഡന്റ് എന്ന് പറയപ്പെടും. അടുത്തതായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളതാണ് എക്സംപ്റ്റഡ് ഇൻകം അല്ലെങ്കിൽ നോൺ ടാക്സബിൾ ഇൻകം. ചില വരുമാനങ്ങളെ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ടാക്സ് കൊടുക്കേണ്ടതായിട്ടില്ല. ഏതൊക്കെയാണ് ആ വരുമാനങ്ങൾ എന്നാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് നോക്കുവാനായിട്ട് ഉള്ളത്. പ്രധാനമായിട്ടും അഗ്രികൾച്ചറൽ ഇൻകം, കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന് എക്സംപ്റ്റഡ് ആണ്, നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതേപോലെ HUF മെമ്പർക്ക് കിട്ടുന്ന വരുമാനം, അതേപോലെ നോൺ റെസിഡന്റിന്റെ ഇൻട്രസ്റ്റ്, അതേപോലെ പെർക്വിസിറ്റ്സ് ആൻഡ് അലവൻസ് പെയ്ഡ് ബൈ ഗവൺമെന്റ് ടു ഇറ്റ്സ് എംപ്ലോയീസ് സർവിംഗ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യ രാജ്യത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന ഗവൺമെന്റ് എംപ്ലോയീസിന് കൊടുക്കുന്ന പെർക്വിസിറ്റ്സ്, അതേപോലെ MP MLA മുതലായ ആൾക്കാർക്ക് ലഭിക്കുന്ന അലവൻസ്, അതേപോലെ പെൻഷൻ റിസീവ്ഡ് ബൈ വിന്നേഴ്സ് ഓഫ് ഗാലണ്ടറി അവാർഡ്സ്, എന്തെങ്കിലും അതിസാഹസം കാണിച്ചിട്ട് കിട്ടുന്ന പെൻഷൻ, ഉദാഹരണം പരമവീർ ചക്ര, മഹാവീർ ചക്ര മുതലായവ. അതേപോലെ ഇൻകം ഓഫ് സയന്റിഫിക് റിസർച്ച് അസോസിയേഷൻ, ഇവർക്ക് കിട്ടുന്ന വരുമാനങ്ങൾ. ഇങ്ങനെയുള്ള ഈ രൂപത്തിലുള്ള ഒരുപാട് ലിസ്റ്റ് ഉണ്ട്. ഈ വരുമാനത്തിനൊന്നും എക്സംപ്റ്റഡ് ആണ്, നോൺ ടാക്സബിൾ ഇൻകം ആണ്. ഈ പാഠത്തിൽ പ്രധാനമായിട്ടും ചോദിക്കാൻ സാധ്യത ഉള്ളതാണ് ഡെഫിനിഷൻസ്. അസസ്മെന്റ് ഇയർ എന്ത്, പ്രീവിയസ് ഇയർ എന്ത്, ഇൻകം എന്ത്, ഇതൊക്കെ 1 വെയിറ്റേജിന്, ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ത്, ഇതൊക്കെ അല്ലെങ്കിൽ പേഴ്സൺ എന്ത്, ഇതൊക്കെ 1 വെയിറ്റേജിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതേപോലെ പ്രോബ്ലം ചോദിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് തന്നെയാണ് പ്രധാനമായിട്ടും. ഉദാഹരണം രാഹുൽ എന്നാള് ഇന്ത്യ രാജ്യത്തേക്ക് വന്നു, അങ്ങനെ ക്വസ്റ്റ്യൻ തരും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോ വന്നു, എത്ര കാലയളവ്, എത്ര ദിവസം ഇന്ത്യയിൽ താമസിച്ചു, അയാൾ ബേസിക് കണ്ടീഷനിൽ പെടുന്നുണ്ടോ, അഡീഷണൽ കണ്ടീഷനിൽ പെടുന്നുണ്ടോ, അയാൾ ഇന്ത്യയിൽ നിന്ന് പോയിട്ടുണ്ടോ, ഈ രാജ്യത്ത് എത്ര ദിവസം എത്ര മാസം താമസിച്ചു, അതൊക്കെ കണക്കാക്കിയിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. ഓർഡിനറി ആണോ നോട്ട് ഓർഡിനറി ആണോ അല്ലെങ്കിൽ നോൺ റെസിഡന്റ് ആണോ എന്ന് കണ്ടുപിടിക്കണം. അങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ ചോദിക്കാൻ കൂടുതൽ സാധ്യത ഉണ്ട്. ഇനി അടുത്ത പാഠമാണ് ഇൻകം ഫ്രം സാലറി, ശമ്പളത്തിൽ നിന്നുള്ള ആദായം. ഇൻകം ഫ്രം സാലറി. ഹെഡ് ഓഫ് ഇൻകം, വരുമാനത്തെ പ്രധാനമായിട്ടും 5 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് ഇൻകം ഫ്രം സാലറി, രണ്ടാമത്തത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, വീടൊക്കെ വാടകക്കൊക്കെ കൊടുത്തിട്ട് വരുമാനം ഉണ്ടാകാം. അതുപോലെ മൂന്നാമത്തത് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ബിസിനസ്സിൽ നിന്നുള്ള പ്രോഫിറ്റ്, അതേപോലെ പ്രൊഫഷനിൽ നിന്ന് കിട്ടുന്നത്, അതായത് വക്കീലന്മാർക്ക്, ഡോക്ടർമാർക്ക് ഒക്കെ കിട്ടുന്നത്. നാലാമത്തത് ക്യാപിറ്റൽ ഗെയിൻ, ക്യാപിറ്റൽ അസറ്റുകൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് റിയൽ എസ്റ്റേറ്റ് വഴി കൈമാറ്റം ചെയ്ത് കിട്ടുന്ന പൈസ. ഏറ്റവും അവസാനം ഇൻകം ഫ്രം അതർ സോഴ്സസ്, മറ്റു രീതിയിലുള്ള വരുമാനം എന്ന് വെച്ചാൽ ലോട്ടറി അടിച്ച് കിട്ടിയാൽ, ലോട്ടറി അതർ സോഴ്സസ് ആണ്. അതുപോലെ ഗിഫ്റ്റ്, ഇങ്ങനെയുള്ളതൊക്കെ ഇൻകം ഫ്രം അതർ, വേറെ ഉണ്ട് ഒരുപാട് ഇൻകം ഫ്രം അതർ സോഴ്സസിൽ പെടും. നമുക്ക് നോക്കാനുള്ളത് സാലറി ആണ്. ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ചാപ്റ്റർ ആണ് സാലറി. സാലറി എന്ന് പറഞ്ഞാല് റെമ്യൂണറേഷൻ പെയ്ഡ് ബൈ ആൻ എംപ്ലോയർ ടു ഹിസ് എംപ്ലോയി
in consideration of his service is called salary. ഒരു എംപ്ലോയർ എംപ്ലോയിക്ക് ജോലി ചെയ്തതിന് കൊടുക്കുന്ന പ്രതിഫലത്തെയാണ് സാലറി എന്ന വാക്കുകൊണ്ട് നിർവചിക്കാൻ വേണ്ടി പറ്റുക. ഇനി സാലറി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ടോട്ടൽ സാലറി അല്ലെങ്കിൽ ടാക്സബിൾ സാലറി. ടാക്സബിൾ സാലറി ഈക്വൽ ടു സമം ബേസിക് സാലറി പ്ലസ് അലവൻസ് പ്ലസ് പെർക്വിസിറ്റ്സ് പ്ലസ് പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി മൈനസ് എന്റർടൈൻമെന്റ് അലവൻസ് പ്ലസ് എംപ്ലോയ്മെന്റ് ടാക്സ്. ഇതാണ് ഇക്വേഷൻ. ഇനി പല ഡിഫറന്റ് ഫോംസ് ഓഫ് സാലറി ഉണ്ട്, പല തരത്തില് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സാലറി ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നോക്കാനുള്ളതാണ്. അതിൽപ്പെട്ട ഒന്നാമത്തതാണ് ലീവ് സാലറി അല്ലെങ്കിൽ എൻകാഷ്മെന്റ് ഓഫ് ഏൺഡ് ലീവ്, പണമാക്കി മാറ്റാവുന്ന സാലറി. എന്താണത്? ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് എൻകാഷ്മെന്റ് ഓഫ് ഏൺഡ് ലീവ് ഓഫ് ആൻ എംപ്ലോയി. If an employee does not avail his earned leave and receive payment in respect of any period, it is known as encashment of earned leave. ഒരു തൊഴിലാളിക്ക് അയാൾക്ക് ജോലി ചെയ്യുന്ന കാലയളവിനിടയിൽ ലീവ് കിട്ടിയിട്ടുണ്ടാവും. ആ ലീവ് അയാൾ ഉപയോഗിക്കാണ്ട് ജോലി ചെയ്തു അതിന് കിട്ടിയ പൈസ അത് അയാളുടെ എൻകാഷ്മെന്റ് ഓഫ് ഏൺഡ് ലീവ് ആയിട്ട് കണക്കാക്കും, അല്ലെങ്കിൽ ലീവ് സാലറി ആയിട്ട് കണക്കാക്കും. ഇത് കണ്ടുപിടിക്കാനും കണ്ടീഷൻസ് ഉണ്ട്, പല തരത്തിലുണ്ട്. ഗ്രാറ്റുവിറ്റി, എൻകാഷ്മെന്റ് ഓഫ് ഏൺഡ് ലീവ്, അതേപോലെ പ്രൊവിഡന്റ് ഫണ്ട്, പെർക്വിസിറ്റ്സ്, ഇങ്ങനെ പല തരത്തിലുണ്ട്. ഓരോന്നും നമുക്ക് ഓടിച്ച് പറയാം. ഓരോന്നിനും കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് പ്രകാരം നമ്മൾ ചെയ്തിട്ട് കിട്ടുന്ന പൈസ മൊത്തം ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ലീസ്റ്റ് എമൗണ്ട് കണ്ടിട്ട് ഒരു നിശ്ചിത ശതമാനം സർക്കാരിലേക്ക് ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടതുണ്ട്. ലീവ് സാലറിക്ക് ഒരു കണ്ടീഷൻ ഉണ്ട്, അതൊക്കെ നിങ്ങൾ നോക്കണം. രണ്ടാമതായിട്ട് നമുക്ക് നോക്കാനുള്ളതാണ് റിട്രൻച്ച്മെന്റ് കോമ്പൻസേഷൻ. റിട്രൻച്ച്മെന്റ് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാല് ജോലിക്കാരുടെ സംഖ്യ കുറക്കുക എന്നാണ്. എനി കോമ്പൻസേഷൻ റിസീവ്ഡ് ബൈ എ വർക്ക്മാൻ അണ്ടർ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1974 അറ്റ് ദ സെയിം ഓഫ് റിട്രൻച്ച്മെന്റ് ഈസ് കോൾഡ് റിട്രൻച്ച്മെന്റ് കോമ്പൻസേഷൻ. 1974 ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് പ്രകാരം കോമ്പൻസേഷൻ ആയിട്ട് കിട്ടുന്നതാണ് റിട്രൻച്ച്മെന്റ് കോമ്പൻസേഷൻ. അതേപോലുള്ള വേറൊരു സാലറിയാണ് സാലറിയാണ് ഗ്രാറ്റുവിറ്റി. ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞാൽ എന്ത്? ഇറ്റ് മീൻസ് ലംസം പേയ്മെന്റ് മെയ്ഡ് ബൈ an employer to his employee at the time of leaving the job. ഒരാള് ജോലി വിട്ടു പോകുന്ന സമയത്ത് കൊടുക്കുന്ന മൊത്തം തുകയാണ് ഗ്രാറ്റുവിറ്റി. വലിയൊരു എമൗണ്ട് കിട്ടും. അത് കണ്ടുപിടിക്കാനും നമുക്ക് കണ്ടീഷൻസ് പ്രകാരം കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തതാണ് പ്രൊവിഡന്റ് ഫണ്ട്, PF എന്ന് പറയും. PF എന്ന് വെച്ചാൽ പ്രൊവൈഡ് ഫോർ ഫ്യൂച്ചർ എന്നാണ് അർത്ഥം. ഭാവിയിലേക്ക്, അതായത് മാസാമാസം സാലറിയിൽ നിന്ന് ഒരു നിശ്ചിത ഭാഗം പിടിച്ചു വെച്ചിട്ട് പിരിയുന്ന സമയത്ത് ആ പൈസ ഒക്കെ എംപ്ലോയിക്ക് കൊടുക്കും. ഇതാണ് പ്രൊവൈഡ് ഫോർ ഫ്യൂച്ചർ, ഭാവിയിലേക്കുള്ള കരുതൽ എന്നുള്ള അർത്ഥമാണ് പ്രൊവിഡന്റ് ഫണ്ട്. പ്രൊവിഡന്റ് ഫണ്ട് പ്രധാനമായിട്ടും സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് 1, 2 റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്, 3 അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്, 4 PPF അഥവാ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. ഇത് തിയറിക്ക് 1 വെയിറ്റേജിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഏതെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി, അതായത് നിയമപ്രകാരമുള്ള പ്രൊവിഡന്റ് ഫണ്ട്. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് വെച്ചാൽ റെക്കഗ്നൈസ്ഡ് ബൈ ഇൻകം ടാക്സ് കമ്മീഷണർ അംഗീകരിച്ചത് റെക്കഗ്നൈസ്ഡ്, അൺറെക്കഗ്നൈസ്ഡ് അംഗീകരിക്കാത്തതാണ് ഇൻകം ടാക്സ് കമ്മീഷണർ അൺറെക്കഗ്നൈസ് ചെയ്തത്. അതേപോലെ PPF പബ്ലിക് PF. ഇതിലേതെങ്കിലും ഒന്ന് 1 വെയിറ്റേജിന് ചോദിക്കാൻ സാധ്യതയാണ്. നമ്മൾ ഓടിച്ച് പറയുകയാണ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് ഡീപ്പായിട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് ലെങ്തി ആയിട്ട് പറയേണ്ടി വരും. അടുത്ത കൈൻഡ്സ് ഓഫ് സാലറിയാണ് അലവൻസ്. അലവൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേയ്മെന്റ് ഇൻ ക്യാഷ് ഈസ് മെയ്ഡ് ബൈ എംപ്ലോയി ടു ഹിസ് എംപ്ലോയി മന്ത്ലി അതർ ദാൻ സാലറി ഈസ് കോൾഡ് അലവൻസ്. സാലറി അല്ലാണ്ട് അധികമായിട്ട് ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്നതാണ് അലവൻസ്. അലവൻസ് പ്രധാനമായിട്ട് 3 തരത്തിലാണ് ഇൻകം ടാക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂല്. ടാക്സബിൾ അലവൻസ് ഉണ്ട്, അതേപോലെ അലവൻസ് അപ് ടു സ്പെസിഫൈഡ് ലിമിറ്റ് ഉണ്ട്, അതേപോലെ ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ്, പൂർണ്ണമായിട്ടും നികുതിയിൽ നിന്ന് ഒഴിവാക്കിയ അലവൻസ് ഉണ്ട്. അടുത്തതായിട്ട് പറയാനുള്ളതാണ് പെർക്വിസിറ്റ്സ്. പെർക്വിസിറ്റ്സ് എന്ന് വെച്ചാൽ എനി ബെനിഫിറ്റ് ഗിവൻ ടു ആൻ എംപ്ലോയർ ടു
ടു ഹിസ് എംപ്ലോയി അതർ ദാൻ സാലറി. സാലറി കൂടാണ്ട് ഒരു എംപ്ലോയിക്ക് നൽകുന്ന ബെനിഫിറ്റ് ആണ് പെർക്വിസിറ്റ്സ്. ഉദാഹരണം, ഒരു എംപ്ലോയർ തന്റെ എംപ്ലോയിക്ക് കാറ് നൽകുന്നു, അല്ലെങ്കിൽ ടീ സ്നാക്സ് ദിവസവും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് റിഫ്രഷ്മെന്റ് ആയിട്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെയാണ്, ഇങ്ങനെ ഒരുപാടുണ്ട്, പെർക്വിസിറ്റ്സ് എന്ന കാറ്റഗറിയിൽ പെടും. അപ്പൊ ഇതൊക്കെ ഡിഫറെന്റ് ഫോംസ് ഓഫ് എല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ട് കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ ലീവ് സാലറി ആയാലും ഗ്രാറ്റുവിറ്റി, അലവൻസിൽ HRA, ഹൗസ് റെന്റ് അലവൻസ്, അതേപോലെ അവസാനം പെർക്വിസിറ്റ്സ്, ഇതിനോരോന്നിനും കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് പ്രകാരം ചെയ്തിട്ട് മൊത്തം എമൗണ്ട് സർക്കാരിലേക്ക് കൊടുക്കേണ്ട. ഉദാഹരണം, ഗ്രാറ്റുവിറ്റി കിട്ടിയാൽ അത് മൊത്തം സർക്കാരിലേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ലീസ്റ്റ് എമൗണ്ട് കണ്ടുപിടിച്ചിട്ട് ഒരു നിശ്ചിത എമൗണ്ട് സർക്കാരിലേക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിൽ ഓരോന്നിലും, അതായത് ലീവ് സാലറി മുതൽ പെർക്വിസിറ്റ്സ്, അതേപോലെ ഗ്രാറ്റുവിറ്റി, അതേപോലെ അലവൻസിൽ പെട്ടതാണ് ഹൗസ് റെന്റ് അലവൻസ്, ഇതിന്റെയൊക്കെ കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ നോക്കണം. ഇതിൽ മൊത്തം ആയിട്ട് എല്ലാം കൂടിയിട്ടും ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരും. നമ്മൾ ഒരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ രൂപത്തിൽ പറയുന്നത് കൊണ്ട് വളരെ ബ്രീഫായിട്ട് ഒന്ന് ഓടിച്ചു പറഞ്ഞതാണ്. ഇനിയും ഇൻകം ടാക്സിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്, ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, അതേപോലെ ക്യാപിറ്റൽ ഗെയിൻ, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ഇൻകം ഫ്രം അതർ സോഴ്സ്, ഇതൊക്കെ നമുക്ക് മറ്റു ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനാബിൾ ചെയ്താൽ തുടർന്നും ഇതുപോലെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.